ഞാൻ നാളെ പോകുന്നു. ഒരു 10 days മെഡിക്കൽ ക്യാമ്പ്. അകമലയിലെ ആദിവാസി കോളനിയില്. ഞങ്ങളൊരു 15 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ്. കൂടുന്നോ? ഞാനെന്തിനാ വരുന്നത്? ആദിവാസികളല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ. ഈ സർവീസ് ഒക്കെ ധാരാളം. നിന്റെ കല്യാണം ഇനി എടുത്തില്ലേ? ഇനി എത്ര ദിവസമുണ്ട്? 2 ആഴ്ച കഷ്ടിച്ച്. അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും. ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ? ആരാ? കണ്ടോ? സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവളെന്നെ പേഴ്സണലായിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി, നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ, ജോക്ക് ജോക്ക് ജോക്ക്. തമാശ പറയുന്ന ഡോക്ടർ അതേടാണ് ആ സൈസ്. ആണോ? അല്ലേ സൂര്യ, ഞാൻ ഇറങ്ങുന്നു. ഞാൻ വന്നോണ്ടാണോ ഈ ഇറങ്ങിപ്പോക്ക്? ഞാൻ അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നാറില്ല. ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറുമില്ല. എന്നാ സ്വയം പൊഴിഞ്ഞ ഒരു പ്ലേറ്റ് കയറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ, കണ്ടു, രണ്ടുപേരും തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ അസുഖം? അഭിനയമല്ലേ സുഹറ, സത്യത്തിൽ പ്രേമമല്ലേ, അതിതീവ്ര അനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു. സത്യം തന്നെ ജാൻകി. സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? ശ്രീനിവാസനോട് അവളങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോന്നൊരു ഹിന്ദി സിനിമയുടെ കഥയെ. അമരീഷ് പുരിയുടെ മോള്, അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ. മതി, ഞാനില്ല. പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി. നെല്ലിപ്പടി, നെല്ലിക്കോട് ഭാസ്കരനല്ല. അവിടെ മൂടിക്കിടക്കട്ടെ. സവാരിഗിരിഗിരി. കരയില്ലേ കരയില്ലേ, ഇത് കഴിഞ്ഞില്ലേ? ഒരു ഉറുമ്പ് കടിച്ച വേദനയല്ലേ ഉള്ളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വല്യമലയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ, ആദിവാസികള്. അവറ്റ ചാട്ടക്കടിച്ച് തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല. മരുന്നല്ല, മന്ത്രവാദം അവറ്റയുടെ രീതി. ഞാൻ വരാം ഡോക്ടർ. ശരി. Sister, you ask him to take this tablet for 2 days. Yeah, let's see, no? Yeah. Hi. Hi. ഡോക്ടർ ജാനകി അമ്മ. ഞാനാണ്. അമ്മ, ഒരു നിമിഷം. Can you give me your step? Yeah. പറയൂ, എന്താ കാര്യം? അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഒരു മുഖ്യமான വിഷയം. പറഞ്ഞോളൂ. അമ്മ, എന്റെ കൂടെ ഒരു ഇടം വരവൊന്ന് വരണം. പേഷ്യന്റിനെ കാണാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിലെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ് ആണ്. What? വഴിയേ പറയാം. സത്തമുണ്ടാക്കിയാൽ തോക്ക് വെടിക്കും. പ്ലീസ് കോപ്പറേറ്റ്. കയ്യിൽ വലതുമെടുക്കാനുണ്ടോ? എടുത്തോളൂ. ഇതാണോ? പിടിക്കാൻ മര്യാദയായി കൂടെ വാ.
டேய் நாங்க வந்து வீரப்பனோட ஆள்கார் அனங்கியா சுட்டு கொன்னுடுவேன் வரடா எல்லாம் மாறு கிட்ட வந்தா சுட்டு கொன்னுடுவேன் இந்த டாக்டர் அம்மாவை நாங்க கிட்னாப் பண்ணியாச்சு கிட்னாப் അകമല അവരെത്ര പേരുണ്ട്? 4 പേര്. ആ യെസ് യെസ് ഐ എം കമ്മിങ്. അവൻ നീലന്റെ മോൻ, അവനെ അത് ചെയ്യുള്ളൂ. അത് അറിയാഞ്ഞിട്ടല്ല അങ്കിൾ. പിന്നെ എന്താടോ നോക്കി നിൽക്കണേ? അവനെ എങ്ങ് അറസ്റ്റ് ചെയ്യരുതോ? പാടില്ല. നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയോ അറിയിക്കാതിരിക്കാനാണ്. ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല. നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതേ ഇപ്പൊ പറ്റുള്ളൂ. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ അതിന് ഞാൻ ഓനെ അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചേ പറ്റൂ. അവന്റെ പുറകിൽ തന്നെ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും. எங்க போச்சம்மா? நியரஸ்ட் டவுன்ல போணும். டவுன் ஏறுங்க. ஹலோ பெருசாமி அண்ணே, அம்மா வண்டியில் ஏறியாச்சு. ஓகே. அம்மா அவங்க இடம் வந்தா இறங்குமா. ஆப் பேண்ட் போட்ட நம்ம வழி விடுங்க. இறங்குமா. ஏய் லுக், എനിക്ക് ടൗണിലാ പോണ്ടത്. To any nearest town, not here. ഇവിടെ അല്ല. Town, town. சும்மா டைம் வேஸ்ட் பண்ணாதம்மா. ரைட். Hey, stop. കേരളാവിലെ ഇരുന്ന് ഹാഫ് പാന്റ് പോട്ട ഒരു ഡോക്ടറെ കിഡ്നാപ്പ് പണിയാச்சு. കുത്തടി പുടവ ചുറ്റടി ചിക്കം ചിക്കം ചെയ്ത പെണ്ണെ ചിക്ക ചിക്ക. ഇങ്ങോട്ട് വാടി. ഓ, നിങ്ങളാണ് ഇത് ചെയ്തത്. Why did you do this? നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഡോക്ടർ CV രാമന്റെ തിയറി. ഇത് രാവണൻ എഫക്ട്. പെങ്ങളുടെ മൂക്കും മുലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ മൂപ്പര് പുഷ്പവിമാനം സ്റ്റാർട്ട് ചെയ്തെന്ന് ചീതപ്പെണ്ണെ അടിച്ചോണ്ട് വന്നത്. ജനകന്റെ മോളല്ലോ ചീതപ്പെണ്ണ്, അവളെയല്ലോ രാവണൻ തമ്പ്രാ അടിച്ചോണ്ട് പോന്ന്. ആശാ ഭോസ്ലെ പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാൻകി? പടം രാമനത്തിന് രാമനടി, സംവിധാനം P. മാധവൻ. ഇത് ക്രൂവലാണ്. നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ? കിഡ്നാപ്പ് ചെയ്യാനൊക്കെ? എനിക്ക് വീട്ടിലേക്ക് പോണം. പ്ലീസ് ലെറ്റ് മീ ഗോ. കേക്ക്, നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു. എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി. എനിക്കത് തിരിച്ചു വേണം. നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാഴി കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. കേട്ടില്ല. മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ചേർന്ന് കയ്യിൽ വെച്ച് നിലയുള്ളതല്ല. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില വീശും. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ്, ഐ നോ ദാറ്റ്. പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്. അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖം അമർത്തിയാണ്. ഇരുമ്പ് കൂടത്തിനടിച്ചല്ല. എലിക്ക് പാഷാണം, അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം. നാള് കുറിച്ച് വെച്ച കല്യാണം അടുക്കുന്നു. ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും. അതുവരെ നീ ഇവിടെ ഇരി. ഗൗണ്ടറെ, തമ്പി, ഇത് ശക്തിവേൽ ഗൗണ്ടർ. വാ.
ഇത് മിസ്സസ് ഗൗണ്ടർ. ഇത് ഗൗണ്ടറുടെ നാട്ടുരാജ്യമാണ്. ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാൾ നിശ്ചയിക്കുന്നതാണ്. അശോകവനിയിലെ ചിന്താവിഷ്ടയ സീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അന്ന് നിനക്ക് വീട്ടിൽ പോ. ഗൗണ്ടറെ, ഞാൻ പോണു. ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോங்க. ഐ ആം സോറി. അമ്മ വാ